السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا صفي الله، الصلاة والسلام عليك يا خير خلق الله. വേദിയിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, ക്ലിപ്പ് ഫ്രണ്ട്സിന്റെ അഭിമുഖത്തിൽ നടത്തപ്പെടുന്ന മനോഹരമായ ഒരു പരിപാടിയുടെ സമാപനം കുറിക്കപ്പെടുന്ന വേളയിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് ഈ സംഗമത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് മുതൽക്കൂട്ടാക്കുന്ന വണ്ണം അല്ലാഹു ഇതിനെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുമായി ബന്ധപ്പെട്ടവർ കൊണ്ട് വസിയത്ത് നൽകിയവർ, അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക്, നമ്മുമായി ബന്ധപ്പെട്ടവർക്ക്, ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർക്ക് എല്ലാം അല്ലാഹു അവന് പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഇന്നലെയും ഒക്കെയായി ഇവിടെ വന്നപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയവർ, ഭക്ഷണം നൽകിയവർ, പല വേദികളിലും ഇതുപോലെ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ഭക്ഷണം നൽകിയ ഒരുപാട് വീട്ടുകാരുണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു അത്തരക്കാർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെല്ലാം അല്ലാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് ഒരുപാട് പേർ ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയവരുണ്ട്. രോഗികളുണ്ട് കൂട്ടത്തിൽ. അല്ലാഹു അവരുടെയൊക്കെ രോഗങ്ങളെ, നമുക്ക് അല്ലാഹു വിധിക്കുന്ന അല്ലെങ്കിൽ വിധിച്ച രോഗങ്ങളൊക്കെ ഉണ്ട്, അല്ലാഹു എല്ലാം നമ്മളിൽ നിന്ന് ശിഫയാക്കി നൽകുമാറാകട്ടെ. നമ്മളറിയാതെ നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുന്ന ക്യാൻസറിന്റെ അണുക്കളെ പോലെ അതൊക്കെ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ഏറ്റവും പടർന്നു വരികയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ക്യാൻസറും അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങളൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അത്തരം മാരക വിപത്തുകളിൽ നിന്ന് നമ്മെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും അല്ലാഹു സാലിഹായ ഭർത്താക്കന്മാരെ നൽകുമാറാകട്ടെ. കുടുംബത്തിലെ എല്ലാ ആൺകുട്ടികൾക്കും സാലിഹായ ഭാര്യമാരെയും അല്ലാഹു നൽകുമാറാകട്ടെ. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ചില യുവാക്കൾ എന്നോട് പറയാറുണ്ട്, പെൺകുട്ടിക്ക് മാത്രം ദുആ കണ്ടപ്പോൾ നമുക്ക് പെണ്ണെ കിട്ടുന്നില്ല, അതുകൊണ്ട് പെണ്ണിനെ കിട്ടാത്തതുകൊണ്ട് നമുക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അല്ലാഹു അത്തരക്കാർക്ക് ഖൈറായ ഭാര്യമാരെ നൽകുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യേണ്ട കേസാണത്. ഇപ്പോൾ അങ്ങനത്തെ പലരും സംഭാവന നൽകിയവരുണ്ട്. ഒരുപാട് പേര് സംഭാവന നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അസീസ് തെരുവത്ത് എന്ന് പറയുന്ന തലങ്കരയിലെ ഒരു സഹോദരൻ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ സംഭാവന സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രവർത്തനത്തിന് വേണ്ടി, ഈ സംഗമത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട, എന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് യുവാക്കളുണ്ട് ഇവിടെ. ആ യുവാക്കൾക്കൊക്കെ അല്ലാഹു അവരുടെ ചെയ്തികളെ കബൂൽ ചെയ്യട്ടെ. അവരുടെ നന്മകളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്ക് ഇനിയും കൂട്ടമായി പ്രവർത്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സുറാഖയുടെ മകൾ എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു ചരിത്ര സത്യം, ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു ചരിത്രമാണ് സുറാഖയുടെ മകൾ എന്നത്. അനുഗ്രഹീതമായ ഒരു അവതരണ കാലത്തോടെ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച ഈ മഹാ ചരിത്ര സത്യത്തെ നമുക്ക് വരച്ചു കാണിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. യാ മുഹയ്യിദ്ദീൻ യാ ഗൗദേ യാ മുഹയ്യിദ്ദീൻ
യാ മുഹയ്യുദ്ദീൻ സാനി സദരി പരമ പഗ പമഗരേ ഗൗസ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി വരം തന്തരുൾ എന്നിൽ സൗമ്യ സംപരമതി സകല സഗുണമണി സദത മദദ നിധി ഗൗസ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി വരം തന്തരുൾ എന്നിൽ സൗമ്യ സംപരമതി സകല സഗുണമണി സദത മദദ നിധി ഗൗസ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി ജീലാനി ലുദിത്ത് ജഗമെങ്ങും പ്രവഹിത്ത് ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങളുതിർത്ത് ജിന്നിൻ സിഞ്ചയക്കൊടി നാട്ടിയ ശക്ത ഭക്ത മുക്ത ജീലാനി ലുദിത്ത് ജഗമെങ്ങും പ്രവഹിത്ത് ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങൾ ഉതിർത്ത് ജീലാനി ലുദിത്ത് ജഗമെങ്ങും പ്രവഹിത്ത് ജ്വാലകൾ ഹിദായത്തിൻ കിരണങ്ങൾ ഉതിർത്ത് ജിന്നിൻ സിഞ്ചയക്കൊടി നാട്ടിയ ശക്ത ഭക്ത മുക്ത നാട്യ ശക്ത ഭക്ത മുക്ത സത്യത്താലം കടിമുടി ചന്തം സത്യത്താലം കടിമുടി ചന്തം ജിന്നിൻ സിഞ്ചയക്കൊടി നാട്ടിയ ശക്ത ഭക്ത മുക്ത സത്യത്താലം കടിമുടി ചന്തം ചന്തം ചിന്തി മികന്തൊരു അന്തിര ചന്ദിര സുന്ദരരാകിയ ഗൗസ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി ഗമഗരിസ ഗമഗരിസ പദപമഗ പദപമഗ ഗമഗരിസ ഗമഗരിസ പദപമഗ പദപമഗ ഗ ഗ ഗ ഗ ഗമഗരി സരിഗ ഗമഗരി സരിഗ പ പ പ പ പദപമഗ മപ പദപമഗ മപ ഗമഗരി സരിഗ മ പദപമഗ മപ ഗമഗ സരിഗ 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 ഗ ഗൗസ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി ജലധിയിൽ മറിന്തുള്ള സഫീനത്തും ജനത്തെ ജലജന്തുക്കൾ ഭുജിത്തേ പിറകതേ വിളിത്തേ ജനനിയിൽ റൂഹോടെത്തിച്ചുള്ളൊരു ശക്ത ഭക്ത മുക്ത ജലധിയിൽ മറിന്തുള്ള സഫീനത്തും ജനത്തെ ജലജന്തുക്കൾ ഭൂജിത്തെ പിറകതൈ വീടിത്തെ ജലധിയിൽ മറിന്തുള്ള സഫീനത്തും ജനത്തെ ജലജന്തുക്കൾ ഭോജിത്തെ പിറകെ വീളിത്തെ ജനനിയിൽ റൂഹോടെത്തിച്ചുള്ളൊരു ശക്ത ഭക്ത മുക്ത ഉള്ളൊരു ശക്ത ഭക്ത മുക്ത സത്യത്താലം കടിമുടി ചന്തം സത്യത്താലം കടിമുടി ചന്തം ജനനിയിൽ റൂഹോടെത്തിച്ചുള്ളൊരു ശക്ത ഭക്ത മുക്ത സത്യത്താലം കടിമുടി ചന്തം ചന്തം ചിന്തി മികന്തൊരു അന്തിര ചന്ദിര സുന്ദരരാകിയ ഗൗസ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ യാ ഷാഹ് ബഗ്ദാദി ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസേ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ജീലാനി ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ജീലാനി ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ജീലാനി
സസരി രി ഗരി രി സസനി നി ദദ പപ സസരി രി ഗരി രി മമ പപ ഗരി സ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി വരം തന്തരുൾ എന്നിൽ സൗമ്യ സംഭാരമതി സകല 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 സഗുണമണി ദദ പപ മമ ഗഗ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി മുഹിയുദ്ദീൻ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി. സുറാഖയുടെ മകൾ എന്ന് പറയുന്ന 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് സംഭവിച്ചു പോയ ഒരു വിശാലമായ ചരിത്ര സത്യത്തിൻ്റെ ചില നേർക്കാഴ്ചകളാണ് സുറാഖയുടെ മകൾ എന്ന ചരിത്രം. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ ചരിത്രത്തെ നമുക്ക് ഇങ്ങനെ വരച്ചു കാണിക്കാം. അതെ, ഹംദും സ്തുതി നിന്നിൽ യാ ജല്ലാ ജലാലല്ലാ കാരുണ്യം തന്നിടു നീ അല്ലാ കാവൽ താനേ സുബ്ഹാനല്ലാ റഹീമല്ലാ കാത്തിട് നീ പെരിയോനല്ലാ. ഹംദും സ്തുതി നിന്നിൽ യാ ജല്ലാ ജലാലല്ലാ കാരുണ്യം തന്നിടു നീ അല്ലാ കാവൽ താനേ സുബ്ഹാനല്ലാ റഹീമല്ലാ കാത്തിട് നീ പെരിയോനല്ലാ. ഉമറുൽ ഖത്താബ് ഓതി ഒരു കഥ ഉദ്വകമാകെ നിറഞ്ഞുള്ളൊരു കഥ അതു കേട്ടവർ തരിച്ചാകെ നിന്നു തഥാ ആജ്ഞപോൽ ചെയ്യാനുറച്ചിടുന്നു സദാ. ഉമറുൽ ഖത്താബ് ഓതി ഒരു കഥ ഉദ്വകമാകെ നിറഞ്ഞുള്ളൊരു കഥ അതു കേട്ടവർ തരിച്ചാകെ നിന്നു തഥാ ആജ്ഞപോൽ ചെയ്യാനുറച്ചിടുന്നു സദാ. ഹംദും സ്തുതി നിന്നിൽ യാ ജല്ലാ ജലാലല്ലാ കാരുണ്യം തന്നിടു നീ അല്ലാ കാവൽ താനേ സുബ്ഹാനല്ലാ റഹീമല്ലാ കാത്തിട് നീ പെരിയോനല്ലാ. സുറാഖയുടെ മകൾ എന്ന കഥ പറയുമ്പോൾ ആരാണ് സുറാഖ എന്നറിയുമ്പോഴാണ് സുറാഖയുടെ മകൾക്ക് എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ അറിയേണ്ടത്. ആരാണ് സുറാഖ? ആരായിരുന്നു സുറാഖ? ആരാണ് ഈ സുറാഖ? എന്റെ പേരെന്താണ്? സുറാഖത്ത് ബിൻ മാലിക് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആരാണ് ഈ സുറാഖ? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് പുറപ്പെട്ടപ്പോൾ വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങിത്തിരിച്ച മക്കയിലെ മുദ്ലജ് ഗോത്രത്തിന്റെ കുതിരപ്പടയാളികളുടെ സർവാദരണീയനായ നേതാവ് ആ സുറാഖത്ത് ബിൻ മാലിക് അല്ലാഹുവിന്റെ പ്രവാചകനെ പിന്തുടർന്ന് അരികിലെത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാണ്ട് വിമ്പിട്ടപ്പെട്ട് റസൂലുള്ളാഹിയോട് വേദനയോടെ പറഞ്ഞൊരു ചരിത്രമുണ്ട്. യാ റസൂലല്ലാഹ്, സുറാഖയാ ബാക്കിൽ
ഉന്നം തെറ്റാതെ അമ്പെയ്യാൻ കഴിവുള്ള സുറാക്ക പാക്കിലുണ്ട് ഹബീബേ, നമ്മൾ എന്താ ചെയ്യാം? അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, എന്തിനാ അബൂബക്കറെ വിഷമിക്കണത്? നമ്മൾ രണ്ടുപേരുമല്ലോ, മൂന്നാമനൊരാൾ നമ്മുടെ കൂടെയുണ്ടല്ലോ, അത് സാക്ഷാൽ അല്ലാഹുവല്ലേ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് നബിയെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെ ലക്ഷീകരിച്ചുകൊണ്ട് വാളുമായി ഇറങ്ങി തിരിച്ചു പുണ്യ ഹബീബിന്റെ കാൽപാദം പിന്തുടർന്ന് അവിടെ എത്തിയ സുറാഖയുടെ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ കാലുകൾ ഭൂമിയിലേക്ക് കണ്ടുപോയപ്പോൾ രക്ഷിക്കണേ മുഹമ്മദേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേണപേക്ഷിച്ചു പോയ സുറാഖ. ആ സുറാഖക്ക് രക്ഷ കൊടുത്ത പ്രവാചകൻ അവിടെ വെച്ച പരിശുദ്ധമായ മതത്തിന്റെ ആപ്തമായ വാക്യങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് വിശുദ്ധ മതത്തിലേക്ക് സന്നിവേശിച്ച സുറാഖ ഊരിപ്പിടിച്ച വാളപ്പഴം കയ്യിലുണ്ടായിരുന്നു. ആ വാൾ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ സുറാഖ, എന്നെ കൊല്ലാൻ വേണ്ടി ഊരിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഈ വാൾ പിടിച്ച കൈകളിലേക്ക് ഇറാനിയൻ ചക്രവർത്തി, പേർഷ്യൻ ഭരണാധികാരി യസ്ദജുർദിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ വരുന്നത് ഞാൻ കാണുന്നു സുറാഖ. നിന്റെ ഈ തലപ്പാവിന് പകരം യസ്ദജുർദിന്റെ കിരീടം പതിച്ച അവന്റെ തലപ്പാവ് നിന്റെ തലയിലേക്ക് വരുന്നതും ഞാൻ കാണുന്നു സുറാഖ. നിന്റെ ഈ അറബി ജുബ്ബയ്ക്ക് പകരം യസ്ദജുർദിന്റെ പടയങ്കിയും നീ ധരിക്കുന്നത് ഞാൻ കാണുന്നു സുറാഖ എന്ന് സുറാഖയ്ക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ വാക്കുകൊടുത്തിരുന്നു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിയായി സുറാഖത്ത് ബിൻ മാലിക് മക്കയിൽ താമസം ആരംഭിച്ചു. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം അവിടെ നിന്ന് പകിട്ടോടെ മുന്നോട്ട് പോയി. അങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ റൗദ ഷരീഫിന്റെ അകത്തലങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി മഹാനായ ഇബ്നു ഖുഹാഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണവും ക്ഷേമൈശ്വര്യങ്ങൾ നിറഞ്ഞ ഭരണം അധികം നീണ്ടു നിന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിടപറച്ചലോടെ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് എറിയത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പോഴേക്കും ഇസ്ലാമിക ലോകം പരന്നു കഴിഞ്ഞിരുന്നു. ഇസ്ലാമിക ലോകം വിശാലമായിരുന്നു. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വിശുദ്ധമായ മതത്തിന്റെ ഏകദൈവീയ തൗഹീദിന്റെ ആപ്തവാക്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക്, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പരന്നു കഴിഞ്ഞിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശുദ്ധ മതത്തിന്റെ ഭരണാധികാരികൾ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു. എങ്കിലും മദീനയാണ് കേന്ദ്രം. മദീനയുടെ നായകൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു അസർ നിസ്കാരത്തിന് സഹാബത്തിന്റെ മുന്നിൽ നേതൃത്വം കൊടുത്തിട്ട് അസർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നിരിക്കണം സഹാബ, നിങ്ങളൊന്നിരിക്കണം, അമീറുൽ മുഅ്മിനീൻ എന്തോ പറയാനുണ്ട്. സഹാബത്ത് ആകാംക്ഷയോടെ കാതോർത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു കഥ പറഞ്ഞു തരാനുണ്ട്. അവർ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്താണ് കഥ, ഏതാണ് കഥ? ഉമർ റളിയല്ലാഹു അൻഹു ഒരു വല്ലാത്ത കഥക്ക് തിരശീല ഉയർത്തുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഞാൻ എന്റെ പ്രതിനിധിയായി, മദീനയുടെ പ്രതിനിധിയായി, ഇസ്ലാമിന്റെ പ്രതിനിധിയായി പേർഷ്യയിലേക്ക് അയച്ച, അഥവാ ഇറാൻ, ഒരു കാലഘട്ടത്തിൽ സ്വേച്ഛാധിപത്യ രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാനിലേക്ക് ഞാൻ അയച്ച എന്റെ പ്രതിനിധി സുറാഖത്ത് ബിൻ മാലിക്കിന്റെ മകൻ ഖാസിം സുറാഖയെ ഇറാനിനും ഇറാഖിനും മധ്യേ അള്ളാഹു സംവിധാനിച്ചു വെച്ച കുന്നാണ് ഷൈബാൻ മല. ആ മലയുടെ മേലെ എന്റെ പ്രിയപ്പെട്ട അനുയായിയെ അവർ കാരണമെന്തെന്നറിയാതെ കൊന്നിരിക്കുന്നു. ഉമറിന്റെ നട്ടലിനെ ചോദ്യം ചെയ്തിരിക്കുന്നു, ഇസ്ലാമിന്റെ നട്ടലിനെ ചോദ്യം ചെയ്തിരിക്കുന്നു, മദീനയുടെ ആണത്വത്തെ അവർ ചോദ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യുവലെ ഖുവാൻ, യാ സഹാബ, ഇറാനിനോട് പടപൊരുതാൻ, ഇറാനിനോട് ആണത്വം അറിയിച്ചു കൊടുക്കാൻ ഞാനൊരു സംഘത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങോട്ട്. അതുകൊണ്ട് ഞാനൊരു യുദ്ധസംഘത്തെ അയക്കാൻ തീരുമാനിക്കുന്നു. ആരോട് യുദ്ധം ചെയ്യാൻ? ഇറാനിനോട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ധിക്കാര രാഷ്ട്രങ്ങളായിരുന്നു റോമും ഇറാനും. ഇത് രണ്ടും ഇസ്ലാമിലേക്ക് വരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ആ ഇറാനിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മദീന പള്ളിയിൽ ഇരുന്ന മുഴുവൻ പേരും ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ഏത് സമയത്ത് പോണോ? ഇപ്പൊ പോണോ? ഞങ്ങൾ റെഡി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോകാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്, നിങ്ങൾ എല്ലാത്തിനും സന്നദ്ധരാണെന്നും എനിക്കറിയാം. പക്ഷേ ആരാണ് യുദ്ധം നയിക്കുക? ഇറാനിലേക്ക് ഞാനൊരു വിപ്ലവ സംഘത്തെ അയച്ചാൽ ആ വിപ്ലവ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കാൻ ആരാണുള്ളത്?
മഹാനായ ഖാലിദ് ഇബ്നു വലീദ് ഈ സദസ്സിലില്ല, മറ്റൊരു യുദ്ധത്തിന് പോയിരിക്കുന്നു. ഫാത്തിഹ ബിൻ അംർ ഇബ്നു ആസ് ഈ സദസ്സിലില്ല റളിയല്ലാഹു അൻഹു, മറ്റൊരു യുദ്ധത്തിന് പോയിരിക്കുന്നു. യുദ്ധം നയിക്കാൻ കൽപ്പുള്ളവരൊന്നും തൽക്കാലം ഈ കൂട്ടത്തിലില്ല, എല്ലാവരും മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ സദസ്സിലുള്ളവരിൽ ആരാണ് യുദ്ധം നയിക്കാൻ പറ്റിയവർ? ഒരു ശങ്കയ്ക്കുമിടയില്ലാത്ത വണ്ണം സഹാബത്ത് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളില്ലേ, ഉമർ അൽ ഫാറൂഖ് ഇല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിന്റെ മുമ്പിൽ ഉണ്ടായ പിന്നെ വേറെ ആരാ വേണ്ടത്? നിങ്ങൾ നയിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നൊരു മറുപടിയും പറഞ്ഞില്ല. നിങ്ങൾ നയിക്കുക. ഉമർ ഖത്താബിനോട് സഹാബത്ത് പറയണം, നിങ്ങൾ നയിച്ചോളൂ, യുദ്ധത്തിന്റെ നേതൃസ്ഥാനത്ത് നിങ്ങൾ നിന്നാൽ മതി, ഞങ്ങൾ പിന്നിലുണ്ട്. എല്ലാവരും പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരക്ഷരം മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, നോ, ഉമർ വേണ്ട, ഉമർ ഖത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരുക്കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുണിയേണ്ട. ഉമർ ഖത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരുക്കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുനിയേണ്ട. അതെ, ഉമർ ഖത്താബിനെ എല്ലാവരും നേതാവായി വാഴിക്കുമ്പോ ഒരാൾ മാത്രം പറഞ്ഞു, വേണ്ട, ഉമർ വേണ്ട, ഉമർ നേതാവാകണ്ട. അപ്പൊ സദസ്സു ഞെട്ടി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തെ ആരാണ് ചോദ്യം ചെയ്തത്? എല്ലാവരും സദസ്സിന്റെ ബാക്കിലേക്ക് നോക്കി. ഓ, നിങ്ങളോ? അതെ, ഞാൻ തന്നെയാണ് അത് വിളിച്ചു പറഞ്ഞത്. ആരാണ് വിളിച്ചു പറഞ്ഞത്? ആരായിരുന്നു ആ മനുഷ്യൻ? ഒത്തുപിടിച്ചവർ ചൊന്ന് നിർത്താമലിയെ എന്ന് ശക്തന്നവരാണെന്ന് അത് പൊട്ടിച്ചിരി വന്ന്. ഒത്തുപിടിച്ചവർ ചൊന്ന് നിർത്താമലിയെ എന്ന് ശക്തന്നവരാണെന്ന് അത് പൊട്ടിച്ചിരി വന്ന്. ഉമർ ഖത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരുക്കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുനിയേണ്ട. അതെ, ഉമർ റളിയല്ലാഹു അൻഹു പോണ്ടെന്ന് പറഞ്ഞത് ആരാണ്? എല്ലാവരും ബാക്കിലേക്ക് നോക്കുമ്പോൾ സാക്ഷാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അലിയാർ തങ്ങളാണ് പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞതെന്ന് കേട്ടപ്പോ എല്ലാവരും അലിയാരെ വേഗം കൂടി. ഉമർ ഖത്താബ് വേണ്ടെങ്കിൽ പിന്നെ അലിയാവട്ടെ, അലിയാരെ എന്നാ നിങ്ങളാവട്ടെ നേതാവ്. ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഖത്താബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ നേതാവാകണ്ട എന്ന് പറഞ്ഞപ്പോ, അലിയാരാണെന്ന് പറഞ്ഞെന്ന് കണ്ടപ്പോ അലി ബിൻ അബീ ത്വാലിബിന്റെ ബാക്കിലേക്ക് നോക്കി ജനങ്ങൾ പറഞ്ഞു, എന്നാൽ ഈ യുദ്ധത്തിന്റെ നായകൻ അലിയാരാവട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റെഡിയാണല്ലോ. ബദർ ഉഹദും ഞാൻ കണ്ടവനാ, പുലിയായി ഖൈബർ തീർത്തവനാ. ബദർ ഉഹദും ഞാൻ കണ്ടവനാ, പുലിയായി ഖൈബർ തീർത്തവനാ. മുറഹിബിനെയും കൊന്നവനാ, മുസമ്മിലരിൽ മുഹിബിവനാ. മുറഹിബിനെയും കൊന്നവനാ, മുസമ്മിലരിൽ മുഹിബിവനാ. ഉമർ ഖത്താബ് പോകേണ്ട, ഉളരാൻ കൂടെ നിൽക്കേണ്ട, ഒരുക്കം നിങ്ങളോ വേണ്ട, ഒരിക്കലും തുനിയേണ്ട. അലി റളിയല്ലാഹു അൻഹു നേതാവാകട്ടെ. അലിയാർ തങ്ങൾ നിങ്ങളായിക്കോളൂ നേതാവ് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഖത്താബ് സമ്മതിക്കണമെങ്കിൽ ഞാൻ ഈ യുദ്ധം നയിക്കാൻ സന്നദ്ധനാണെന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി വേണ്ട. ഉമർ ഖത്താബ് വേണ്ടാന്ന് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു വേണ്ടാന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സദസ്സിന്റെ മധ്യത്തിൽ ഇരുന്നവരും മേലോട്ട് നോക്കി. അവർ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വേണ്ട എന്ന് നിങ്ങൾ പറയുന്നത്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംശയിക്കണ്ട, ഉമർ ഭരണാധികാരിയാണ്, മദീനയുടെ രാജാവല്ല ഉമർ ഖത്താബ്, ലോകം ഉറ്റുനോക്കുന്ന ഒരു ഭരണാധികാരിയാണ്. വെറും ഒരു മദീന പട്ടണത്തിന്റെ ചക്രവർത്തിയല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ലോകത്ത് നീതിയുടെ പര്യായമാണ് ഉമർ ബിൻ ഖത്താബ്. ആ നീതിയെ ലോകം ഉറ്റുനോക്കുകയാണ്. ഉമർ യുദ്ധം ചെയ്യേണ്ടവനല്ല, ഉമർ രാജ്യം ഭരിക്കേണ്ടവനാണ്. ആ രാജ്യഭരണ ലോകത്തിന് മാതൃകയാണ്. അത് ലോകമൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാ നേതാവിനെ പഠിച്ചിട്ട് അമീറുൽ മുഅ്മിനീനെ പഠിച്ച് യുദ്ധക്കളത്തിൽ ഇറക്കേണ്ടത്? അതിന്റെ ആവശ്യം എന്താ? നമ്മളില്ലേ? അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ശരിയാണ് അലിയാർ പറഞ്ഞത്. പക്ഷേ അലി അമീറുൽ മുഅ്മിനീൻ അല്ലല്ലോ. എന്തുകൊണ്ട് അലി വേണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അലിയാരെ യുദ്ധത്തിന് അയച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഭരണപരമായ സംശയങ്ങൾ വന്നു പോയാൽ ഞാൻ ആരോടാണ് സംശയം നിവാരണം ചെയ്യുക?
അന മദീനത്തുൽ ഇൽമ് ബാബുഹാ അലിയുൻ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ കടന്നു വരേണ്ട കവാടം അലിയാണ്. അതുകൊണ്ട് ആ അലി എന്ന വിജ്ഞാന ബഹറിനെ, അജ്ഞാനത്തിന്റെ ബഹറിനെ ഞാൻ എങ്ങനെയാണ് യുദ്ധകളത്തിലേക്ക് അയക്കുക? അതുകൊണ്ട് തൽക്കാലം അലിയാരും പോണ്ട. പിന്നെ ആര് പോകും? ഒരാൾ പറഞ്ഞു, എന്നാൽ ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതാരാ? സാദ് ബിൻ അബീ വഖാസ്. സാദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരങ്ങട്ട് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് ചിരിച്ചു പോയിന, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സയദോ വേണോ, സയദോ വേണോ. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, അന്നത്തെ സയദോ വേണോ എന്നൊരു ചോദ്യം അല്ല, സയദ് തീവ്രവാദിയാ. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞേ? സയദ് തീവ്രവാദിയാണ്. തീവ്രവാദി, ഒരു തീവ്രവാദിയെ പിടിച്ചു നേതൃസ്ഥാനത്ത് ഇരുത്താൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സയദ് തീവ്രവാദിയാണ്. തീവ്രവാദി എന്ന വാക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. പത്രം എടുത്ത് നോക്കിയാൽ 2 വാക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. ഒന്ന് തീവ്രവാദി, മറ്റൊന്ന് പീഡനം. വായിക്കാൻ അറിയാത്ത ഉപ്പാപ്പ വരെ വായിക്കും തീവ്രവാദി. എന്നാൽ ആ സാധനം ഉണ്ടാവും. പത്രങ്ങളൊക്കെ ധർമ്മങ്ങൾ മറക്കുകയാണ്. പത്രങ്ങളൊക്കെ ധർമ്മങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾക്കൊരു പത്രധർമ്മമുണ്ട്. ആ പത്രധർമ്മത്തെ മറന്നുകൊണ്ടാണ് പത്രങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ബഹിഷ്കരിക്കണം നമ്മൾ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചു മാതൃഭൂമി പത്രം. അത് വായിക്കുന്നവൻ, അത് വായിക്കുന്നവൻ, മാതൃഭൂമി പത്രത്തിന്റെ പേജുകളിലേക്ക് കണ്ണയക്കുന്നവൻ അല്ലാഹുവിന്റെ പ്രവാചകനോട്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തവനായി മാറും. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ ധിക്കരിച്ച വൃത്തികെട്ടവനെന്ന് മുദ്രകൂട്ടിയ ഒരു പത്രമായി മാതൃഭൂമി മാറിയിരിക്കും. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് മണ്ടക്കകത്തേക്ക് റസൂല് വേണോ മാതൃഭൂമി പത്രം വേണോ എന്ന് ചിന്തിക്കാൻ നിങ്ങളിലേക്ക് ഒരു ചിന്ത തുണ്ടുകളെ ഞാൻ ഇട്ട് തരികയാണ്. നാളെ മുതൽ നോർത്തു നോക്കുക. മാതൃഭൂമി പത്രം വേണോ, അള്ളാഹുവിന്റെ പ്രവാചകനെ വേണോ? അള്ളാഹ് റസൂലിനെ വേണമെങ്കിൽ മാതൃഭൂമി ഒഴിവാക്കാണ്ട് വിട്ടെ. എന്തിനത്? പരിശുദ്ധ റസൂലിനെ ചീത്ത വിളിക്കുന്ന പത്രം എന്തിന്? അത് എന്തിനു വായിക്കണം? എന്താവശ്യത്തിന് വായിക്കണം? പത്രങ്ങൾ ധർമ്മങ്ങൾ മറന്നിട്ട്, പത്രങ്ങൾ മതത്തിന്റെ കാതലായ വശങ്ങളെ കുത്തിപ്പൊക്കി വർഗീയതയുടെ വിത്തിലേക്കാണ് പത്രങ്ങൾ മനുഷ്യനെ കൊണ്ടുപോകുന്നതെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൃത്തികെട്ടവനെന്നും അഭിചാരം പണിയെടുത്തവനെന്നും അല്ലാതെ മോശമായ രൂപത്തിൽ നഅൂദുബില്ലാഹ് ഞാൻ പേടിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ വാക്കുകൾ ഉച്ചരിച്ച മാതൃഭൂമി പത്രത്തിന്റെ വാക്കുകളെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാനാവാത്ത വൃത്തികേടാണ് അവൻ അത്തരക്കാർ ഉദ്ധരിച്ചു വിട്ടത്. അതോ ഏതോ ഒരുത്തന്റെ ഗൂഢാലോചനയല്ലത്, ഏതോ ഒരുത്തൻ ചെയ്തതല്ല. അതിൽ ഒരു വരി കൊടുക്കണമെങ്കിൽ എഡിറ്റോറിയൽ കോളം മുഴുവൻ പരിശോധിച്ച് എല്ലാം പരിശോധിച്ചിട്ടാണ് മാതൃഭൂമി മനോരമയൊക്കെ പത്രങ്ങളിൽ കൃത്യമായ വാർത്തകൾ കൊടുക്കുക. അപ്പോ ഇത്തരം വൃത്തികെട്ട വാർത്ത, ഒരു മതത്തിന്റെ സത്തയെ കളങ്കപ്പെടുത്തുന്ന വാർത്ത ഒരു പത്രം കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് കൂട്ടരെ. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തെ പത്രക്കാരെ ബഹിഷ്കരിച്ച് മാറ്റണം. വേണ്ടെന്ന് പറയണം. നട്ടല് വേണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചോ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പോലെ ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ വേണോ മാതൃഭൂമി പത്രം വേണോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പ്രവർത്തിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരിന്റെ മാർഗത്തിൽ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് വൃത്തികേട് എഴുതിയിട്ട് പിന്നെ ഖേദപ്രകടനം ബാക്കിൽ എഴുതിയിരുന്ന ഒരു കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, ഖേദിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തികേടുകളെ വൃത്തികേടാക്കിയിട്ട് മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അതിന്റെ ബാക്കിൽ പിന്നെ ഒരു ഖേദപ്രകടനത്തിന് എന്ത് സ്ഥാനമുള്ളേ? ഒരു സ്ഥാനമില്ല ഒരു ഖേദപ്രകടനത്തിനും. ഒരു തിരുത്തു കൊടുക്കാൻ പറ്റൂനി? ഇനി എന്ത് തിരുത്താ ഇവർ കൊടുക്കേണ്ടത്? എന്ത് കാര്യമാണ് ഇവര് മനുഷ്യനോട്, ലോകത്തോട് എന്ത് മാപ്പാ ഇവർക്ക് പറയാനുള്ളത്? കുത്തിനോവിച്ച് കൽവിനെ വേദനിപ്പിച്ചിട്ട് ഇനി അതിന്റെ മേലെ മാപ്പ് പറയാനോ? ആ മാപ്പിന് ഒരു അർത്ഥമില്ല. അത് കാക്കത്തൗബയാ, അത് കാക്കത്തൗബയാ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. പരിശുദ്ധനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, സഅദ് തീവ്രവാദിയാണ്. നിങ്ങൾ ചിന്തിച്ചോ? തീവ്രവാദിയാണ്. ഈ പരിശുദ്ധ മതത്തിന്റെ വക്താക്കളെ തീവ്രവാദികളാക്കി ചിത്രം കുത്തുന്നവരും എല്ലാവർക്കും ആലോചിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാക്കുണ്ട്, ലൈസ മിന്നാ മൻ ദാ ഇലൽ അസ്ബിയ, ലൈസ മിന്നാ മൻ ദാ ഇലൽ അസ്ബിയ, വർഗീയതയിലേക്ക് വിപത്തിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന്, അവൻ എന്റെ മാർഗത്തിൽപ്പെട്ടവനല്ലെന്ന്. പിന്നെ എങ്ങനെയാ കൂട്ടരെ നമുക്ക് വർഗീയവാദിയാകാൻ കഴിയുക? എങ്ങനെയാ നമുക്ക് തീവ്രവാദിയാകാൻ കഴിയുക? എങ്ങനെയാ നമുക്ക് വിഷവിത്തുകൾ ഇറക്കാൻ പറ്റുക? നമുക്കത് പറ്റില്ല. കാരണം നമ്മുടെ നായകനാരാ? ലോകത്ത് സമാധാനത്തിന്റെ ദൂതുമായി വന്ന ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നായകൻ. അതുകൊണ്ട് നമുക്കൊരു തീവ്രവാദിയാകാൻ കഴിയില്ല. തീവ്രവാദത്തിന്റെ ഒരു ലക്ഷണം പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരൻ
സാദ് തീവ്രവാദിയാണ്. അപ്പൊ അവര് ചോദിച്ചത് പറയാൻ കാരണം എന്താ? അപ്പൊ പറഞ്ഞു മക്കം ഫത്ഹിന്റെ ഘട്ടം, വിശുദ്ധമായ മക്ക വിജയിച്ചു കീഴടക്കിയ ഘട്ടം. അള്ളാഹുവിന്റെ പ്രവാചകനെ നാട്ടുകാർ ആട്ടി ഓടിച്ചല്ലേ മദീനയിലേക്ക്. മദീനയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് മക്ക കീഴടക്കിയ ഘട്ടം. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മക്കത്തുകാർക്ക് മാപ്പ് കൊടുത്തല്ലോ. ചരിത്രത്തിൽ ഈ മാപ്പിന് തുല്യതയുണ്ടായിരുന്നു. ആട്ടിയോടിച്ച നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? അധികാരം നമ്മളെ കയ്യിലേക്ക് കിട്ടിയ പിന്നെന്താ ചെയ്യാ? അടിച്ചമർത്തൂലേ നാട്ടുകാരെ? നമ്മൾ തിരിച്ചോടിച്ചവരെ മുഴുവൻ തച്ച് തകർക്കില്ലേ? പക്ഷെ പരിശുദ്ധ റസൂൽ ചെയ്ത പണിയെന്താ? കഅബാലയത്തിൽ കയറിയിരുന്നവന് മാപ്പ്. നിങ്ങളുടെ നേതാവ് അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരുന്നവന് മാപ്പ്. അവനവന്റെ വീട്ടിന്റെ കഥകടച്ചു കുത്തിയിരിക്കുന്നവന് മാപ്പെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെയൊക്കെ മാപ്പ് കൊടുത്തു വിട്ടു. എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ആരും ഒന്നും ചെയ്യണ്ട. അപ്പോഴാണ് ഈ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്നു ചോദിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്. നബിയോട് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ എല്ലാവർക്കും മാപ്പ് കൊടുത്തു എന്ന് ചോദിച്ചു. എല്ലാവർക്കും മാപ്പ് കൊടുത്തോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു. എന്നാ കുറച്ച് ഞാൻ കൊടുക്കട്ടെ ചോദിച്ചു. സഹിക്കാൻ കഴിയുന്നില്ല സഅദ് റളിയല്ലാഹു അൻഹു മാപ്പ് കൊടുക്കുക. അതിന്റെ കാരണം എന്താ? സഅദ് റളിയല്ലാഹു അൻഹു മക്കത്തൊരു വലിയ വീടുണ്ടായിരുന്നു, ഭയങ്കര വീടായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. ഈ സഅദ് ഇബ്നു അബീ വഖാസിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് അബൂജഹൽ എപ്പം പറയും, ഇന്ന ആട്ടി ഓടിച്ചിട്ട് പോരാ ഞാൻ സ്വന്താക്കടാ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ആട്ടി ഓടിച്ചിട്ട് ഹിജ്റ വായിപ്പിച്ചിട്ട് സ്വന്താക്കി അബൂജഹൽ ആ വീട്. അത്ര ദേശമാണ് സഅദ് റളിയല്ലാഹു അൻഹു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ കുറച്ച് കൊടുക്കട്ടെ? വേണ്ട സഅദ് എന്ന് പറഞ്ഞിട്ട് സഅദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മക്കാ മുശ്രിക്ക് മാപ്പ് കിട്ടിയ സന്തോഷത്തിൽ അങ്ങാടിയിലൂടെ നടന്നു പോവാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഓടിപ്പോയി പിടിച്ചു വെച്ച്, നിക്കടവിടെ, ഞാൻ നിങ്ങൾ ചിരിക്കുന്നു ചോദിച്ചു. നിങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊക്കെ മാപ്പ് തന്നു, അല്ലോ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മുഹമ്മദ് നബി അങ്ങനെയാ, പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ എന്നാണ്. ഒട്ടകത്തിന്റെ അറുത്തിട്ട ഒട്ടകത്തിന്റെ ഒരു എല്ലുണ്ടായിരുന്നു കയ്യിൽ, പിടിച്ചൊരൊറ്റ അടിയാണ് നട്ടുപ്പുറം നോക്കിയിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് അഡ്വാൻസ് ആണ്, ബാക്കിൽ ബാക്കി തരാന്ന് പറഞ്ഞു. ഈ ഒറ്റ അടി റസൂലുള്ളാഹിനെ മുന്നിൽ ചർച്ചയായി. അതാണ് തീവ്രവാദത്തിന്റെ ലക്ഷണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി മാപ്പ് കൊടുത്ത ഒരു മനുഷ്യനെ ആക്രമിക്കാൻ സാധനന്ത് അവകാശമുള്ളേ? എന്ത് അധികാരമാ സാധനുള്ളത്? റസൂലുള്ളാഹി മാപ്പ് കൊടുത്തല്ലേ? ആ ഒരടിയ തീവ്രവാദം കൽബിന്റെ അകത്ത് നിർഗളിച്ചു വന്ന ഒരു തീവ്രവാദമായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സാധനം അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആ സാധനം പിടിച്ചിട്ട് നേതാവാക്കാൻ പറ്റില്ല. സാധനം നേതാവാക്കിയാൽ വീണ്ടും വിചാരമില്ലാത്ത എന്തെങ്കിലും പണിയെടുത്താലോ? അത് പറ്റൂല. അപ്പൊ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, സാദ് പഴയ സാദല്ല, ഇപ്പം പക്വമതിയാണ്. ചെറുപ്പക്കാരനായോ ഉള്ള സമയത്തുണ്ടായോ ഒരു അവസ്ഥ ചെയ്തു പോയതാണ്. ഇപ്പൊ സാദ് പക്വമതിയാണ്, ഞങ്ങൾക്കൊക്കെ അഭിപ്രായമുണ്ട് സാദ് മതി എന്ന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എല്ലാവരും അഭിപ്രായപ്പെടുമ്പോ മസ്ജിദുൻ നബവിയുടെ മുന്നിൽ ഒരു പർദ്ദയിട്ട പെണ്ണ് വന്നു നിന്നു. ആ പർദ്ദയിട്ട പെണ്ണ് വന്നു നിന്നിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യന്റെ സദസ്സിലേക്ക് നോക്കിക്കൊണ്ട് സലാം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ സലാം പറയാണ്. ഒരു പെണ്ണ് പള്ളിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എല്ലാവരും മുന്നിൽ വന്നൊരു പെണ്ണ് നിശ്ചിത സ്ഥാനം തന്നിൽ നിന്ന് സച്ചരിത ഉമറോടവൾ ചൊല്ലി കാര്യമതൊന്ന്, നിങ്ങൾ നിശ്ചയമൊരു സൈന്യത്തെ അയക്കു വിജയവും നേർന്ന്. മസ്ജിദ് മുന്നിൽ വന്നൊരു പെണ്ണ് നിശ്ചിത സ്ഥാനം തന്നിൽ നിന്ന് സച്ചരിതർ ഉമറോടവൾ ചൊല്ലി കാര്യമതൊന്ന്, നിങ്ങൾ നിശ്ചയമൊരു സൈന്യത്തെ അയക്കു വിജയവും നേർന്ന്. എന്നുടെ ബാപ്പ ചൊല്ലിയ കാര്യം കിസ്റ പിടിക്കുമെന്നത് വീര്യം, കൈസർ നമ്മൾ കയ്യിലൊതുക്കും എന്നത് നേരാ. അപ്പോൾ ചിരി പടരുന്നു സഭയിലതാകെ ഈയിട് പാരാ. മസ്ജിദ് മുന്നിൽ വന്നൊരു പെണ്ണ് നിശ്ചിത സ്ഥാനം തന്നിൽ നിന്ന് സച്ചരിത ഉമറോടവൾ ചൊല്ലി കാര്യമതൊന്ന്, നിങ്ങൾ നിശ്ചയമൊരു സൈന്യത്തെ അയക്കു വിജയവും നേർന്ന്. പരിശുദ്ധമായ മദീന പള്ളിന്റെ മുന്നിൽ ഒരു പെണ്ണവിടെ വന്നെന്ന് സലാം പറഞ്ഞു. സഹാബത്ത് മുഴുവൻ നോക്കുമ്പോൾ ഒരു പർദ്ദധാരിണിയായി പെണ്ണവിടെ നിൽക്കാണ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇറാനിലേക്ക് ഒരു യുദ്ധസംഘത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു നല്ല നേതാവിനെ കിട്ടാണ്ട് വിഷമിക്കാണ് എന്ന് എന്റെ ഉപ്പ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ആരെ നേതാവാക്കിയാൽ തിരക്കടില്ല, ഇറാനിലേക്ക് യുദ്ധസംഘത്തെ അയച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും എന്ന്. ഇത് പറഞ്ഞപ്പോ സഹാബത്തിൽ പറഞ്ഞ് ചിരിച്ചുപോയി. ആരോ ഒരാളൊരു കമാൻഡ് അടിച്ചു, അമീറുൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധം ചെയ്തവരാ നമ്മൾ, ഉഹദിൽ തോറ്റുപോയിട്ടുണ്ട്. പിന്നെ ഇവളുടെ ഉപ്പാക്ക് വഹി ഇറങ്ങുന്നുണ്ടാ,
നമ്മൾ ഇറാനിലേക്ക് പോയാൽ ജയിക്കുമെന്ന് പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സഹാബിയെ മെല്ലെ പിടിച്ചിരുത്തി ഇരിക്കുന്നു. എന്നിട്ട് ഈ പെണ്ണിനോട് ചോദിച്ചു, ഇറാനിലേക്ക് ഒരു യുദ്ധസംഘത്തെ അയച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിവുള്ള നിന്റെ ഉപ്പ ആരാണ്? അപ്പൊ പറഞ്ഞു, എന്റെ പിതാവ്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആശിമിന്റെ ഉപ്പ, നിങ്ങൾ ഷൈബാൻ കുന്നിന്റെ മേലെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഖാസിമിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ആശിം സുറാഖ, ഖാസിം സുറാഖ, ഈ രണ്ട് വ്യക്തികളുടെ പിതാവ് എന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന ഹാഷിമും കൊല്ലപ്പെട്ട ഖാസിമും ഞാനും സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ മക്കളാണ് എന്ന് പറഞ്ഞപ്പോ, സുറാഖയുടെ പെണ്ണായതെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിനോട് പറഞ്ഞു, സുറാഖയെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്ക് വിട്ടു തന്നേക്ക്, അത് ഞാൻ നോക്കിക്കൊള്ളാം. മോളൊരു കാര്യം ചെയ്യും, തിരിച്ചു പോയിക്കോളൂ വീട്ടിലേക്ക്. അല്പം കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ പിതാവിനെ വന്ന് കാണുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ പറഞ്ഞയച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്കൊക്കെ സഅദ് ഇബ്നു അബീ വഖാസിനെയാണ് നേതാവാക്കാൻ താല്പര്യമെങ്കിൽ ഏകകണ്ഠമായ ഒരു അഭിപ്രായത്തെ ഞാൻ ഹനിക്കുന്നില്ല, ഞാനത് അംഗീകരിക്കുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നേതൃസ്ഥാനത്തേക്ക് ഞാൻ അവരോധിച്ചിരിക്കുന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകണം, പറയുന്ന ദിവസം കൃത്യമായി മദീന പള്ളിന്റെ മുന്നിൽ ഹാജരാവണം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചില ആൾക്കാരെ വെച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ആ നിർദ്ദേശം നടത്തിയ കൂട്ടത്തിൽ ഓരോരുത്തരോട് ചെയ്യേണ്ട കാര്യം, യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്ന് ഓരോരുത്തരെ വിളിച്ച് ഏൽപ്പിച്ചു. കുറെ സഹാബാക്കളെ, കുറെ യുവാക്കളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നീ ഒരു സംഘത്തിന്റെ നേതാവാകണം, നിന്റെ സംഘത്തിൽ ഇത്ര പേര് വേണം, നിന്റെ സംഘത്തിൽ ഇത്ര പേര് വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ഹാഷിമിനെ വിളിച്ചു. ഹാഷിമാരാ? സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, നേരത്തെ പള്ളിയിലുണ്ടെന്ന പെണ്ണ് പറഞ്ഞ മോൻ. ഹാഷിമിനെ വിളിച്ചു. ഹാഷിമോട് പറഞ്ഞു, ഹാഷിം, നീ ഒരു സംഘത്തിന്റെ നേതാവാണ്, പക്ഷെ നിന്റെ സംഘത്തിൽ 7 യുവാക്കൾ വേണം. ആ 7 യുവാക്കൾക്കും ഒരു പ്രത്യേകത ഉണ്ടാവണം. എന്താ? 7 ആളും സഹാബത്തിന്റെ മക്കളാവണം. 7 ആള് സഹാബത്തിന്റെ മക്കളാകണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുന്നിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബത്തിന്റെ കുട്ടികളായ 7 യുവാക്കളെ നീ സംഘടിപ്പിക്കണം. ആ 7 യുവാക്കൾ നിന്റെ സംഘത്തിൽ ഉണ്ടാവണം. ആരോട് പറഞ്ഞു? സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ആശിം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ സംഘത്തെ വിട്ടു. ആശിം റളിയല്ലാഹു അൻഹു കൃത്യമായി 7 ആളെ സംഘടിപ്പിച്ച് വെച്ചു. നിങ്ങൾ 7 പേരും എന്റെ കൂടെ ഉണ്ടാവണം, കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂട്ടത്തിൽ പെടണമെന്ന് പറഞ്ഞു. 7 ആളെ റെഡിയാക്കി വെച്ചു. അങ്ങനെ മദീന പള്ളിയിൽ നിന്നൊരു കൽപ്പന വന്നു, യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടാനുള്ളവർ ഇന്ന ദിവസം പുറത്തു വരണം. അങ്ങനെ എല്ലാവരും വരികയാണ്. എല്ലാവരും വരുമ്പോ ജനങ്ങളെ മുഴുവൻ തിങ്ങി നിറയാണ് മദീന പള്ളിന്റെ മുന്നിൽ. മഹാനായ ഉമർ ഇബ്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആശിമോട് നിർദ്ദേശിച്ചിരുന്നല്ലോ 7 ആളെ കൊണ്ടുവരണം. ആശിം 7 ആളെ റെഡിയാക്കി വെച്ചതാ. പക്ഷെ അന്ന് കൂട്ടാൻ പോയി നോക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടായി. ആസിം ബിൻ ഉത്ബ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ മകനായ ആസിം ബിൻ ഉത്ബ പനി പിടിച്ചു കിടക്കാണ്. എഴുന്നേക്കാൻ കഴിഞ്ഞില്ല മൂപ്പർക്ക്. മൂപ്പർ എന്നാലും പറഞ്ഞു, ഞാൻ വരാ. അപ്പൊ ആശിം പറഞ്ഞു, ഇന്നെ കൊണ്ടുപോയാൽ നടക്കൂല, യുദ്ധത്തിനാ പോണത്. അപ്പൊ ഈ പനി പിടിച്ച് എന്നെ കൊണ്ടുപോയിട്ട് വെറുതെ എന്താക്കാനാ, അതുകൊണ്ട് നീ വരണ്ട, ഞാൻ വേറെ ആളെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആശിമിന് ഒരാളെയും കിട്ടിയില്ല. ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവരുടെ സംഘത്തിൽ ഇറങ്ങിപ്പോയി. നിരാശനായി ആശിം സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നു. സുറാഖയോട് പറഞ്ഞു, ബാപ്പ വയസ്സായിട്ട് കിടക്കാൻ, ഇറങ്ങാൻ പോലും കഴിയില്ല സുറാഖക്ക്, അത്ര വയസ്സാ. ആ വയസ്സായ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ 7 ആളെ കൊണ്ടുപോകാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. 6 ആളെ കിട്ടിയില്ല, ഒരാൾ പഞ്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ സുറാഖത്ത് കുറെ ആളെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആശിം പറഞ്ഞു, ഞാൻ അവിടെ ഒക്കെ പോയിട്ടുണ്ട്, അവരെല്ലാം വേറെ ആളുടെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, എനിക്കിപ്പോ ആളെ കിട്ടാണ്ടായിന്നോ. അത് പറഞ്ഞപ്പോ ബാക്കെന്ന് പെട്ടെന്നൊരു ചോദ്യം, ഞാൻ മതിയോ? ഞാനും ഒരു സഹാബിയുടെ കുട്ടിയാ. ഭയങ്കര ആവേശത്തോടെ സന്തോഷത്തോടെ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് ആശിം സുറാഖത്ത് തിരിഞ്ഞു നോക്കി. ഞാൻ മതിയോ എന്ന് വെച്ചപ്പോ ഒരാളെ കിട്ടിയ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കിയതാ. ആളെ കണ്ടപ്പോ പറഞ്ഞ, അയ്യടാ നീയാ, കൂടെ പോകാൻ ഇവളാരിത്, അല്ല പിന്നെ കുട്ടിക്കളിയല്ലയോർക്കിത്, ചോരക്കടമാ നിനച്ചത്, ചോറും കറി വെക്കാനല്ല പറഞ്ഞത്. കൂടെ പോകാൻ ഇവളാരിത്, കുട്ടിക്കളിയല്ല ഓർക്കിത്, ചോരക്കളമാ നിനച്ചത്, ചോറ് കറി വെക്കാനല്ല പറഞ്ഞത്. ഇതു കേട്ട നേരത്തിൽ ആസിമ ചൊല്ലി, എന്താണ് ഹാഷിമെ നീ ഇന്ന് ബില്ലി? ഈ ഉപ്പ തന്നോടെ മോളില്ലേ ഞാനും, നീ ഇപ്പോൾ ആളില്ലാതുഴലുന്ന ഹാലും. ഇതു കേട്ട നേരത്തിൽ ആസിമ ചൊല്ലി, എന്താണ് ഹാഷിമെ നീ ഇന്ന് ബില്ലി? ഈ ഉപ്പ തന്നോടെ മോളില്ലേ ഞാനും,
നീ ഇപ്പോൾ ആളില്ലാതുഴലുന്ന ഹാലും കൂടെ പോകാനിവളാരിത് ഇടി കുട്ടിക്കളിയല്ലയോർക്കിത് ചോരക്കളമാ നിനച്ചത് ചോറും കറി വെക്കാനല്ല പറഞ്ഞത് ആശിമേ നിനക്കൊരാളില്ലല്ലോ ഞാൻ വന്നോട്ടെ. ആശിമ തിരിഞ്ഞു നോക്കുമ്പോ അതാരാ സാധാരണ അറിയോ? ആശിമിന്റെ പെങ്ങളാ. ദിവസങ്ങൾക്ക് മുമ്പ് പള്ളിന്റെ മുറ്റത്ത് പോയ പെണ്ണില്ലേ, പറഞ്ഞിട്ട പെണ്ണ്, ആസിമ എന്നാണ് അവളുടെ പേര്. ആസിമ പറഞ്ഞു, ആസിമിന്റെ ഒത്തുമക്കല്ലേ പനി? അതെ, ഞാൻ ആസിമ വരാ. അപ്പൊ പറഞ്ഞു, ഒരു പെണ്ണാ നീ, നിന്നെ കൂട്ടി അങ്ങോട്ട് പോകാൻ തന്നെ പറ്റൂല. അപ്പൊ ആസിമ പറഞ്ഞു, നീ എന്താ ആശിമ ഇങ്ങനെ പറഞ്ഞത്? നമ്മളെ പ്രിയപ്പെട്ട സഹോദരൻ ഖാസിമിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ വരാ. അവൻ പറഞ്ഞു, നീ ശരിയാവില്ല. നമ്മുടെ ഖാസിമെ കൊന്നവരല്ലേ, നമ്മുടെ കൽവുള്ളിൽ പ്രതികാരമില്ലേ? ആടിന്റെ വേഷത്തിൽ ഞാനും കൂടാലോ, ആരും അറിയാതെ ഒന്നിച്ചിടാലോ. നമ്മുടെ ഖാസിമെ കൊന്നവരല്ലേ, നമ്മുടെ കൽവുള്ളിൽ പ്രതികാരമില്ലേ? ആടിന്റെ വേഷത്തിൽ ഞാനും കൂടാലോ, ആരും അറിയാതെ ഒന്നിച്ചിടാലോ. കൂടെ പോകാനിവളാരിത് എടി കുട്ടിക്കളിയല്ലയോർക്കിത് ചോരക്കളമാ നിനച്ചത് ചോറും കറി വെക്കാനല്ല പറഞ്ഞത്. നീ ശരിയാവൂല, നീ പെണ്ണാ വരണ്ടെന്നു. അപ്പൊ ആസിമ പറഞ്ഞു, ഞാന് പെണ്ണായിട്ടല്ല വരിക, ആണായിട്ട് വരും. ആണായിട്ട് വരാനാ? ആസിമ ആകെ അത്ഭുതപ്പെട്ടു. പെണ്ണെങ്ങനെ പാണാകുക? എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം തുടങ്ങിയ. എന്നിട്ട് നീ ഇവിടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാണ്. ആസിമ അകത്ത് പോയി. കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഒരു കാഴ്ച കാണാണ്. സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വലിയ ജൊബ്ബുണ്ടല്ലോ, കന്തൂറ, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൂസായ ഒരു സാധനം, ഇത് ചെവി അടക്കം ഒരു തരീക്കെട്ടും കെട്ടി ഒരു തുണിയിൽ കൊടുത്തിട്ട് അടിപൊളി ചെറുക്കനായിട്ട് ഇങ്ങ് വന്നു. നല്ല ബാല്യക്കാരൻ, ഏകദേശം എല്ലാരും കൂടി എന്നെ നോക്ക്. ഓ, എനിക്കെന്തൊരു സന്തോഷം, ആദ്യമായിട്ടാണല്ലോ എന്നെ കിട്ടിപ്പോയത്. അപ്പൊ എല്ലാരും കൂടി ഈ വേഷം മാറിയിട്ട് ഇങ്ങനെ വന്നപ്പോ സുറാഖത്ത് റളിയല്ലാഹു അൻഹു ആസിമാനെ അങ്ങനെ നോക്കിയിട്ട് അത്ഭുതത്തോട് ചോദിച്ചു, പിന്നെ മോനെ മോളെ നീ പുരുഷനോ പുരുഷിയോ? ആസിം പറഞ്ഞു, അകത്ത് പുരുഷി പുറത്ത് പുരുഷൻ പറഞ്ഞു. അപ്പൊ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാപ്പ ഇവിടെ ഇനി എന്ത് കോലം കെട്ടിയാൽ തർക്കടില്ല. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂല, കാരണം അത് ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാ, ഇവിടെ കണ്ടാൽ തന്നെ തിരിയുന്നു. അപ്പൊ ആസിമ പറഞ്ഞു, എടാ ആശിമേ, ഏതായാലും നിനക്ക് ആളില്ല, ഞാൻ ഇന്റെ കൂടെ വരാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ ഇന്റെ സൈഡിലോട്ട് മെല്ലെ മെല്ലെ അങ്ങോട്ട് നടന്നോളാം, നീ കൊളാക്കാൻ നിന്നാ മതി. അപ്പോ സുറാഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, റബ്ബിന്റെ വിധി പോലെ സംഭവിക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൊണ്ടുവന്നു, നീ ഇവിടെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ആശിം സുറാഖ 7 ആളാകുന്നതിന് വേണ്ടിയിട്ട് ആസിമ എന്ന പെണ്ണിനെ ആണിന്റെ കോലം കെട്ടിച്ചു, കൂടെ കൂട്ടി, സ്വന്തം പെങ്ങളെ. ഇവര് മദീന പള്ളിന്റെ മുന്നിലേക്ക് എത്തുമ്പോ മദീന പള്ളിയുടെ മുന്നിൽ ഇഷ്ടം പോലെ ജനങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കാം. ഏകദേശം 30,000-ഓളം വരുന്ന പട്ടാളക്കാരുണ്ട്. അവരൊക്കെ അവിടെ നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹുവിനോട്, സഅദാണല്ലോ നേതാവ്, സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്കൊന്ന് സുറാഖത്തിനെ കണ്ടിട്ട് വരാം. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ വീട്ടിലേക്ക് മഹാനായ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കിടക്കാണ്, എണീക്കാൻ പോലും പറ്റൂല, മൂപ്പർക്ക് അത്ര വയസ്സനാ. അങ്ങനെ കിടക്കാണ്. സുറാഖത്തിന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ സുറാഖ. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം തിരിച്ചറിഞ്ഞ സുറാഖത്ത് റളിയല്ലാഹു അൻഹു ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല, കിടന്ന കിടപ്പില. മൂപ്പര കിടന്നിരുന്ന് വഅലൈക്കും അസ്സലാം യാ അമീറുൽ മുഅ്മിനീൻ. അടുത്ത് വന്നിട്ട് സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് മലർത്തി കിടത്തി ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, സുറാഖ, ഞാനിപ്പോ വന്നെന്തിനാണെന്നറിയോ? ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയിൽ വെച്ചിട്ട് ഞാൻ യുദ്ധസംഘത്തിനൊരു നേതാവിനെ തിരഞ്ഞെടുക്കായിരുന്നു. അന്ന് നിങ്ങളുടെ മകൾ പള്ളിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ആരെ നേതാവാക്കിയാൽ തരക്കേടില്ല, യുദ്ധം നമ്മൾ ജയിക്കും. അപ്പൊ ചിലർക്ക് സംശയമുണ്ട്, നിങ്ങൾ പറഞ്ഞതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന്. വിജയം നമുക്കാണേ, കണ്ണിലും കരളുള്ളിലും കുളിരേറ്റും നൂറാണേ, പൊന്നിലും പൊന്നായ മുത്തുമൊഴിഞ്ഞ ദിവയാണേ, ഹക്കിലും ഹക്കായ
വാർത്ത കേട്ടതിവനാണേ. ഹറബ് കിസ്റ കൈസറിൽ വിജയം നമുക്കാണേ. അല്ലാഹുവിന്റെ പരിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ കൂട്ടുകാരനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഹക്കുണ്ടോ? നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞത് സത്യമാണോ? സുറാഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യമാണ് പറയുക, ഉറപ്പ് നമ്മൾ ജയിക്കും, ഒരു മാറ്റമില്ല. അപ്പം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ, പരിശുദ്ധ റസൂൽ നിങ്ങളോട് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എങ്കിൽ അത് വിശദീകരിക്കേണ്ടത് എന്റെ മുന്നിലായിരിക്കില്ല, നിങ്ങളത് വിശദീകരിക്കേണ്ടത് മദീന പള്ളിയിലാന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല ഉമറേ, പക്ഷെ അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയാണ്, പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് മദീന പള്ളിയിൽ വരാനും പറ്റൂല, നടക്കാൻ കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എടുത്തുകൊണ്ടോകാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കൂടി വൃദ്ധനായ സുറാഖത്ത് ഇബ്നു മാലിക്കിനെ താങ്ങിയെടുത്തിട്ട് മദീന പള്ളി കൊണ്ടുപോയി. 30,000 വരുന്ന പട്ടാളം സഅദ് ഇബ്നു അബീ വഖാസിന്റെ നേതൃത്വത്തിൽ ഇറാനിലേക്ക് പുറപ്പെടാൻ പോവാണ്. അവർ പുറപ്പെടുന്നവർ അവരോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യോ ഇഖ്വാൻ, സഹോദരങ്ങളെ, യാത്ര പുറപ്പെടുന്ന നിങ്ങൾക്ക് മുന്നിൽ സുറാഖത്ത് ഇബ്നു മാലിക്കിന് എന്തോ പറയാനുണ്ട്. സുറാഖത്ത് ഇബ്നു മാലിക് എഴുന്നേറ്റൊന്ന് സലാം പറഞ്ഞു. എല്ലാവരും സുറാഖയുടെ മുഖത്ത് നോക്കണ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് ഇങ്ങനെ നിർത്താണ്, ഇരിക്കാൻ നേരം വന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. ഇത്ര വയസ്സന്മാരെ, സുറാഖ മരിക്കൂല, സുറാഖ മരിക്കൂല, സുറാഖ മരിക്കൂല. ആർക്കും പറയാൻ പറ്റും അങ്ങനെ ധൈര്യത്തിൽ? സുറാഖ പറയണ സുറാഖ മരിക്കൂല, നമുക്ക് പറയാൻ പറ്റും നമ്മൾ മരിക്കൂല. അപ്പൊ സഹാബത്ത് വീണ്ടും ചിരിച്ചുപോയി. അമീറുൽ മുഅ്മിനീന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയവർ, കാരണം ഈ വയസ്സായ മനുഷ്യന്മാരെന്തോ പറയാന്ന് വിചാരിച്ചിട്ട്. വയസ്സ് 60 ഉമറിലേക്ക് എത്തിയാൽ മനുഷ്യൻ കുട്ടികളുടെ പ്രായത്തിലേക്ക് പോകുന്ന. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ വയസ്സിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തുന്നതിനെ കുറിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഈ സുറാഖത്ത് പറയാണ്, ഞാൻ മരിക്കൂല. സഹാബത്ത് സന്ദേഹത്തോടൊന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുക. ഉമർ ഖത്താബ് അവരോട് ആംഗ്യം കാണിച്ചു കൊടുത്തു, തീർന്നില്ല, ബാക്കി കൂടി കേട്ടിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ സുറാഖ പറഞ്ഞു, ഞാൻ മരിക്കില്ല കൂട്ടരെ. എങ്ങനെ മരിക്കൂല? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനം പുലരാതെ സുറാഖത്ത് ഇബ്നു മാലിക് മണ്ണിലോട്ട് പോവൂല. തിരുത്തോഴന അബൂബക്കറുണ്ടെന്നേ, സ്വാദിക്കും തിരുവാക്യമിൽ ഒരു സാക്ഷി അവരെന്നേ. സ്വാഗതൻ തിരുത്തോഴന അബൂബക്കറുണ്ടെന്നേ, സ്വാദിക്കും തിരുവാക്യമിൽ ഒരു സാക്ഷി അവരെന്നേ. യസ്ദു ജുറുദിൻ പൊൻകിരീടം ഞാനണിയൂന്നേ, യത് പിടിയിൽ തീരച്ചെങ്കോൽ വന്നു ചേരൂന്നേ. യസ്ദു ജുറുദിൻ പൊൻകിരീടം ഞാനണിയൂന്നേ, യത് പിടിയിൽ തീരച്ചെങ്കോൽ വന്നു ചേരൂന്നേ. എന്നെ നിങ്ങൾക്കറിയാലോ, സുറാഖ പറയാൻ, എന്നെ നിങ്ങൾക്കറിയാലോ, അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്ന സുറാഖയാൻ ഞാൻ. അന്ന് മദീനയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന റസൂലുള്ളാഹിയും അബൂബക്കർ സിദ്ദീഖും ആ രണ്ട് മഹാമനുഷ്യന്മാരുടെ മുന്നിൽ വാൾ ഉയർത്തി പിടിച്ചു വന്ന സുറാഖ ഭൂമി എന്റെ വാഹനത്തിന്റെ കാൽ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയപ്പോഴും പേടിച്ചു വിറച്ചിട്ട് രക്ഷപ്പെടണമെന്ന് ഞാൻ കേണപേക്ഷിച്ചപ്പോൾ അബൂബക്കറിനോട് എഴുതി തരാൻ പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. എന്താ നടത്തിയത്? ഞാൻ വാള് പിടിച്ച കയ്യിലേക്ക് യസ്ദുജുർദിന്റെ അധികാരത്തിൽ തലപ്പാവ് വരുമെന്ന്. ഏത് തലപ്പാവ്? രത്നങ്ങൾ പതിച്ച യസ്ദുജുർദിന്റെ തലപ്പാവ് വരുമെന്ന്. എന്റെ ശരീരത്തിലേക്ക് അവന്റെ പടയങ്കി ധരിക്കപ്പെടുമെന്ന് ഈ പ്രവചനം അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തി. ആ കാലത്ത് റസൂലുള്ളാഹി എത്ര കൊല്ലം മദീനത്തിൽ ജീവിച്ചു? അബൂബക്കർ സിദ്ദീഖ് ഭരണം നടത്തി, ഉമർ ഫാറൂഖിന്റെ ഭരണമെത്തി. കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞു. സുറാഖ പറയാണ്, ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതിന്റെ അടയാളം നിങ്ങൾക്കറിയോ? സുറാഖക്ക് അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്ര ദീർഘായുസ് നൽകിയതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ പ്രഖ്യാപനത്തെ ലോകത്ത് സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടിയ. അതുകൊണ്ട് നിങ്ങൾ ജയിക്കാണ്ട് ഈ സാധനം ഒന്നും കിട്ടൂല. നിങ്ങൾ ജയിച്ചാലേ ഇത് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ പോയിക്കോളൂ. നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത്
അവർ സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. പൊളിയല്ല പറയുന്നു, കളവല്ല ചൊല്ലുന്നു, സാക്ഷി സിദ്ദീഖുല്ലക്ക് ബറാണ്, ഹക്കാണ് ഹക്കാണ്. ഞാൻ പറയുന്ന സത്യമാണ്. ഈ പറഞ്ഞ വാക്കിന് സാക്ഷി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അബൂബക്കർ റൗദ ഷരീഫിലാണ്. എഴുന്നേറ്റ് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പടച്ചോനിൽ വിശ്വാസമുള്ളവർക്ക് എന്റെ വാക്ക് വിശ്വസിക്കാം. ഇതങ്ങ് പറഞ്ഞപ്പോ സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് മാപ്പുമായിട്ട് സഹാബത്ത് വന്നു. പിന്നെ ഒരു ആവേശമായിരുന്നു അവർക്ക്. കാരണം ലോകത്തെ വൻ ശക്തിയായ 1,00,000-ലധികം പട്ടാളക്കാർ കയ്യിലുള്ള യസ്ജുർദിന്റെ പടയാളികളോട് യുദ്ധം നയിച്ചാൽ നമ്മൾ ജയിക്കൂന്ന് ഉറപ്പാ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കൂന്ന് ഉറപ്പായി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ തലയിൽ കിടിത്തി പോലെ മറ്റേ വർത്താനം, ജയിക്കൂന്ന് റസൂൽ പറഞ്ഞാൽ ജയിക്കൽ ഉറപ്പാ. പക്ഷേ അള്ളാന്റെ റസൂൽ കൂടെ നിൽക്കുമ്പോൾ ഉഹദ് തോറ്റ പാർട്ടിയാ നമ്മളെ ഓർമ്മ ഉണങ്ങുന്നത്. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, മനസ്സിന്റെ അകത്ത് കിബറ വേണ്ട. ഇവിടുന്ന് പുറപ്പെട്ടാൽ അള്ളയും റസൂലും മതി മനസ്സിൽ. നമുക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ തൗഫീഖ് നൽകട്ടെ. അള്ളയും റസൂലും മതി നമുക്ക് മനസ്സിൽ. അത് അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ.